ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കീറ്റോ ഹുമ്മൂസാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഹുമ്മൂസ് എന്ന് പറയുമ്പം ഇവിടെ മിഡിൽ ഈസ്റ്റിലൊക്കെ റൊട്ടിയും വെജിറ്റബിൾസൊക്കെ കൂട്ടി കഴിക്കാനുള്ള വെള്ളക്കടല കാര്യമായിട്ടും അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അതിൽ സലാഡ് ഡിപ്പായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചില സാൻഡ്വിച്ച് ഐറ്റംസിലേക്കൊക്കെ എടുക്കും. എന്നാൽ ഡയറ്റിൽ അധികം കടലൊന്നും ഇല്ലാതെ എന്നാൽ നമുക്ക് അനുവദിച്ച സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് അടിപൊളിയായിട്ട് ഇത് തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ എടുത്തതെന്ന് ഞാൻ ആദ്യം പറയാം. ഇവിടെ ഞാൻ 2 പേർക്ക് വേണ്ടിയിട്ട് 4 കുക്കുംബർ എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് 4 പച്ചമുളക്, പിന്നെ 2 മീഡിയം അവക്കാഡോ. പിന്നെ എടുത്തിട്ടുള്ളത് ഫെറ്റ ചീസാണ്. ഇത് 100 ഗ്രാം ഉണ്ട്. ഫുൾ ഫാറ്റ് ഫെറ്റ ചീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പും വേണം, കുരുമുളക് പൊടിയും വേണം. പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് വലിയൊരു ബൗളും പിന്നെ നല്ല മില്ലിലാട്ടിയ വെളിച്ചെണ്ണ പോലെ ഞങ്ങൾക്കിവിടെ മില്ലിലാട്ടിയ ഒലിവ് ഓയിൽ കിട്ടിയിട്ടുണ്ട്. ഒരു ഫ്രണ്ട് തന്നതാണ്, സിറിയലിൽ നിന്നും കൊണ്ടുവന്നതാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചോപ്പറാണ് എടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ ഒരു ഗ്രൈൻഡർ എടുത്തിട്ട് നമുക്ക് പൾസ് ചെയ്തുകൊണ്ട് ഇത് ചോപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ആദ്യം തന്നെ കുക്കുംബറും മുറിച്ചെടുക്കാം. കുക്കുംബർ ഉടനെ തോല് കളഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങനെ തന്നെ സലാഡ് കുക്കുംബർ ആയതുകൊണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുകയാണ്. ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇനി എരിവിനുള്ള പച്ചമുളക് ഇടാം. ഈ പച്ചമുളക് എരിവ് കുറവായതുകൊണ്ടാണ് ഞാനിവിടെ 4 എണ്ണം എടുത്തത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി അവക്കാഡോ കട്ട് ചെയ്യാം. അവക്കാഡോ ഇതേപോലെ നടുകെ മുറിച്ചിട്ട് പിന്നെ അതിൻ്റെ സീഡിലൊരു കത്തി കൊണ്ടൊരു വെട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചെടുത്താൽ എളുപ്പം കിട്ടും കേട്ടോ. ഇതുപോലെ ചെയ്താൽ നല്ല എളുപ്പമാണ്. ഇനി അവക്കാഡോ സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഒരാൾക്കൊരു മീഡിയം അവക്കാഡോ വരെ ഒരു ദിവസം ഉപയോഗിക്കാം കേട്ടോ. അതുകൊണ്ട് 2 ആൾക്ക് വേണ്ടിയിട്ട് 2 അവക്കാഡോയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചോപ്പറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഞാനിവിടെ 2-3 പ്രാവശ്യമായിട്ട് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. വലിയ ചോപ്പറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ തവണ തന്നെ മുഴുവൻ കുക്കുംബർ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സി ജാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൾസ് ചെയ്തിട്ട് കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലാതെ അരഞ്ഞു പോകാതെയാണ് നമുക്ക് കിട്ടേണ്ടത്. ആ പൊടിച്ചെടുത്ത് ഞാനൊരു മിക്സ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റി. ഇനി കുറച്ച് കുക്കുംബറിനോട് കൂടിയിട്ട് അവക്കാഡോ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനിയുള്ള കുക്കുംബർ അരിഞ്ഞു കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു കുക്കുംബറിൻ്റെ നീരിലാണ് ഈ അവക്കാഡോ നന്നായിട്ട് മാഷായിട്ട് കിട്ടുന്നത്. ഒരു ഫോർക്ക് കൊണ്ട് അവക്കാഡോ മാഷാക്കി എടുത്താലും മതി, അല്ലെങ്കിൽ ഒരു മാഷർ വെച്ചിട്ട് മാഷാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ചോപ്പർ ഉപയോഗിക്കാത്തതുകൊണ്ട് അതിൽ തന്നെ ഇട്ടിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇത് റെഡിയായി. ഇതുകൂടെ നമുക്ക് മിക്സ് ചെയ്യാനുള്ള ബൗളിലേക്ക് മാറ്റാം. ഇനി അവക്കാഡോ ചെയ്തതുപോലെ തന്നെ ഫെറ്റ ചീസും ഞാൻ ചോപ്പറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഫെറ്റ ചീസും തന്നെ മാഷർ വെച്ചിട്ട് പൊടിച്ചെടുത്താൽ കിട്ടും കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടും. പിന്നെ ഇതിന് ചെറുതായിട്ടുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ സംഭവം കഴിക്കുമ്പം ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുകൂടി മിക്സ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. സാധാരണ ഹുമ്മൂസ് ആകുമ്പം വെള്ളക്കടല മാത്രമാണ് അരച്ചിട്ടുണ്ടാകുക. അപ്പോൾ നമുക്കത് ധാരാളം ഒന്നും കഴിക്കാൻ പറ്റില്ല. ഷുഗറും ഹൈ ഒബീസും ഒന്നും അല്ലാത്ത ആൾക്കാർക്ക് 1-2 സ്പൂണേ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് ഇത് തന്നെ മതിയാകും. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം കൂടി നന്നായിട്ട് ഉടഞ്ഞ് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ ലേശം ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് എടുക്കുകയാണ്. സലാഡ് കഴിക്കാൻ മടിയുള്ളവർക്ക് ചിലർ അവക്കാഡോയൊക്കെ എങ്ങനെയൊക്കെ കഴിക്കാമെന്ന് ചോദിക്കും. അവർക്ക്
ഇനിയിപ്പോൾ ഈ ഫാറ്റ ചീസ് തന്നെ തനിച്ച് കഴിക്കാൻ ചിലർക്ക് കുറച്ച് മടിയുണ്ടാവും, ഇത്തിരി ഉപ്പും പുളിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് മൂന്നും കൂടെ ചേർന്ന് വരുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അധികം കാർബൊന്നും ഇല്ലാതെ തന്നെ ലോ കാർബിൽ നിന്നുകൊണ്ട് തന്നെ ഇതുപോലൊരു ഹുമ്മൂസ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു ഫോട്ടോ ഭംഗിക്ക് വേണ്ടി ഞാൻ 2-3 ഇലയുടെ പാർസ്ലി ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുംബർ തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇത് തനിച്ച് തന്നെയാണ് കഴിച്ചത്. ഇതിങ്ങനെ തനിച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് അത്യാവശ്യം നമുക്ക് വയറ് നല്ല ഫില്ലായിട്ട് തോന്നും. ഫാറ്റും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു അടിപൊളി കീറ്റോ ഹുമ്മൂസാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. പ്രത്യേകിച്ച് കുക്കിങ്ങിന് സൗകര്യമില്ലാത്ത ആൾക്കാർ ഡയറ്റ് ചെയ്യാൻ വേണ്ടി മടിച്ച് നിൽക്കണ്ട. നിങ്ങൾക്കൊക്കെ രാത്രി സിമ്പിളായിട്ട് പുറത്തുനിന്നുള്ള ഫുഡൊന്നും ആശ്രയിക്കാതെ സിമ്പിളായിട്ടൊരു മേശയും ഒരു ചോപ്പറും ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളും സപ്പോർട്ടും ഒക്കെ തുടർന്ന് മുന്നോട്ടുണ്ടാകണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.